ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ എന്ന് പറയുമ്പം ഇന്ന് കുറച്ച് താമസിച്ച് എഴുന്നേറ്റത് കേട്ടോ. ഒരു 7 മണി ഒക്കെ കഴിഞ്ഞിട്ട് പയ്യെ എഴുന്നേറ്റത്. കാരണം ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ ഇന്ന് ജോലിക്കൊന്നും പോകണ്ടല്ലോ. അപ്പോൾ പയ്യെ എഴുന്നേറ്റാൽ മതി, പയ്യെ ചോറൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ ഞാൻ ചോറ് ഇന്നത്തേക്ക് വേണ്ടി വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ചോറും കറിയും എല്ലാം നമുക്കുണ്ടാക്കണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ 2 ദിവസം മുമ്പ് ഉണ്ടാക്കിയ നമ്മുടെ മാവുണ്ടല്ലോ, അതായത് നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് ഇന്ന് അങ്ങനെ തീരുകയാണ് ഗൈസ്. ആ സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് മാവ് ഫുൾ ഒഴിച്ചു കേട്ടോ. അപ്പോൾ വലിയൊരപ്പം കിട്ടി കണ്ടോ. അത് ഞങ്ങൾ വൈകുന്നേരം കൂടെ കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ. രാവിലെയും വൈകിട്ടും, അതായത് വൈകുന്നേരം ചായക്കോടു കൂടി കഴിക്കാനുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചു. പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് തൂളി മീനാണ് വാങ്ങിച്ചത്. അപ്പം ഇത് ഇവിടുത്തെ ആറ്റുമീനാണ്. അത് അറിയാവുന്നവരുണ്ടായിരിക്കാം, അറിയാത്തവരുണ്ടായിരിക്കാം. അല്ല, അത് കഴിക്കാൻ തുടങ്ങിയത് ഇവിടെ വന്നതിന് ശേഷം കേട്ടോ. കല്യാണത്തിന് ശേഷമാണ് ഞാൻ ഈ മീൻ കഴിക്കാൻ തുടങ്ങിയത്. അപ്പം ഈ മീൻ കഴിക്കുമ്പോൾ കുഞ്ഞു പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് കൊടുക്കണം. കുറച്ച് മുള്ളൊക്കെ ഉണ്ട് അതിൽ, നല്ല രീതിക്ക് മുള്ളുള്ള മീനാണ് കേട്ടോ തൂളി. ഞങ്ങളത് വൃത്തിയാക്കി. അപ്പോൾ കുഞ്ഞ് ഇച്ചിരി വയലൻ്റ് ആയിരുന്നു. അപ്പോൾ അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചു. പുറത്താണ് അടുപ്പ് കൂട്ടിയിരിക്കുന്നത്. അപ്പം നമുക്കങ്ങനെ എപ്പോഴും ഗ്യാസാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് ഗ്യാസൊക്കെ ഇല്ലാണ്ട് ജസ്റ്റ് ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചപ്പം കുഞ്ഞ് ഇതേണ്ടി എഴുന്നേറ്റു. പിന്നെ കുഞ്ഞ് അവിടെ ഒന്ന് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് പിന്നെ ഉറങ്ങാൻ വേണ്ടി കുഞ്ഞ് കയ്യിൽ നിന്ന് ഉറങ്ങിയപ്പോൾ ഞാൻ ഇവിടെ റൂമിൽ കൊണ്ട് കിടത്തി. പിന്നെ ഞങ്ങൾ മീൻ കറി അടുപ്പിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അടുപ്പുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, എളുപ്പമല്ലേ. സാധാരണ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പിന്നെ സവോളയും കൂടി മിക്സിയിലിട്ട് അരയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഒരു പേസ്റ്റ് പോലെ കിട്ടും നമ്മുടെ കറിക്കൊരു കുറുക്കം, അതായത് ഒരു കുറുകിയ ഇതായിരിക്കും. ഭയങ്കര വെള്ളമായിട്ട് വരത്തില്ല, ചാറൊന്ന് കുറുകിയ പോലെ കിടക്കും. അപ്പം ഈയിടെയായിട്ട് ഞങ്ങളിങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. എപ്പോഴും എന്ത് കറി ഉണ്ടാക്കിയാലും, അതായത് ഏത് മീൻ കറി ഉണ്ടാക്കിയാലും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ സവോളയും എല്ലാം കൂടി ഒന്ന് മിക്സിയിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തോ ഒന്ന് അങ്ങ് എടുക്കും. അപ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ചുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ടേസ്റ്റ് വേറെ കാണുമല്ലോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് അടുപ്പിലൊക്കെ മീൻ കറിയൊക്കെ വെക്കുന്നത്. ഇപ്പോൾ നമ്മളെപ്പോഴും ഗ്യാസിലാണല്ലോ എല്ലാം വെക്കുന്നത്. പിന്നെ അവധിയുമായിരുന്നു, ഞങ്ങൾക്ക് അത്രയ്ക്ക് ധൃതിയൊന്നും ഇല്ലായിരുന്നല്ലോ, പയ്യെ കഴിച്ചാൽ മതിയല്ലോ. അപ്പം കുഞ്ഞ് പിന്നെ ഇടയ്ക്കൊന്ന് എഴുന്നേറ്റു. അപ്പോൾ ഞാനിങ്ങനെ വന്നു. പിന്നെ ഇടയ്ക്ക് കുഞ്ഞ് ഉറങ്ങും. അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്ന്. പിന്നെ മീൻകറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. പിന്നെ നമ്മൾ ഇച്ചിരി ഉലുവയും കൂടി ഇടും. എന്നിട്ട് ആ അരച്ച പേസ്റ്റ് ഇട്ട് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് പൊടി, അതായത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് നമ്മൾ ലാസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ പുളിവെള്ളവും കൂടി ഒഴിക്കും കേട്ടോ. ഇവിടെ കുടംപുളിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു വീട്ടിൽ നിന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു പുളി കിട്ടിയിട്ടുണ്ട്. ആ പുളി നല്ല പുളിയാണ്, അതായത് ഒരു 2 പീസൊക്കെ ഇട്ടാൽ മതി. ഇതിനകത്ത് കുറേ അധികം ഒരു 3 പീസ് ഇട്ടിട്ട് പുളിയായിട്ട് പിന്നെ നമ്മൾ അതിൽ നിന്ന് ഒരു പുളി നല്ല പുളിയായിരുന്നു. അപ്പോഴത്തേക്കും അതിൽ നിന്ന് മാറ്റിയപ്പോഴത്തേക്കും പുളി സെറ്റായി കേട്ടോ. പിന്നെ നമുക്കത് വേറെ ഉപയോഗിക്കാമായിരിക്കുമല്ലേ, പിന്നെ വേറെ ഉപയോഗിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 പുളിയേ ഇട്ടിട്ടുള്ളൂ. പിന്നെ അതിനകത്ത് കുറച്ച് വെള്ളവും പുളിവെള്ളവും കൂടി ഒഴിച്ച് ആ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ മീനിടുന്നത്, കഴുകി വെച്ച മീനിടുന്നത്. അത് കൂടാതെ നമ്മൾ കുറച്ച് മീൻ വറക്കാനും കൂടെ വെച്ചിട്ടുണ്ട്. വറക്കാനും നല്ല ടേസ്റ്റാണ്, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ മുള്ള് അതൊരു പ്രശ്നമാണ്, സൂക്ഷിച്ച് കഴിക്കണം കേട്ടോ. പിന്നെ അപ്പം നമ്മുടെ ഗ്രേവി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണേ. അപ്പം തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് സെറ്റാക്കണം. അപ്പം നിങ്ങൾ എത്ര പേര് മീൻ കഴിച്ചിട്ടുണ്ടെന്ന് പറയണം. പിന്നെ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനൊരു നമ്മൾ ഇൻഡോർ അല്ല ഔട്ട്ഡോർ കുക്കിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ ഇനി മുതൽ ഔട്ട്ഡോർ കുക്കിംഗ് കുറച്ചുകൂടി കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നു. ഒരു രസമല്ലേ. അതായത് അവധിയുള്ള ദിവസങ്ങളിൽ നമുക്കും പറ്റത്തുള്ളൂ, എല്ലാ ദിവസമൊന്നും പറ്റത്തില്ല. രാവിലത്തെ തിരക്കിന് എങ്ങനെ കളിച്ചാലും നമുക്ക് കുഞ്ഞിൻ്റെ കാര്യം പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ രാവിലെ എണീക്കുമായിരിക്കും, ചിലപ്പോൾ താമസിച്ച് എണീക്കുന്നത്. അപ്പം എന്തിനല്ല രാവിലെ പോകേണ്ടത്തേക്ക് അടുപ്പൊക്കെ കത്തിക്കുക, അതൊക്കെ നമുക്ക് പറ്റത്തില്ല. അപ്പം അവധിയുള്ള ദിവസമാകുമ്പോൾ നമുക്ക് പയ്യൊക്കെ ചെയ്താൽ മതിയല്ലോ. ഫുഡൊക്കെ നമുക്ക് പയ്യെ കഴിച്ചാലും കുഴപ്പമില്ല. അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ പുറത്ത് കുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ കുറച്ചും കൂടി ഒന്ന് സെറ്റായി
അടുപ്പൊക്കെ കുറച്ചുകൂടെ മാറ്റിയൊക്കെ നമ്മൾ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നാളത്തെ വീഡിയോ കാണിക്കാം കേട്ടോ. പിന്നെ കുറച്ച് കാണാൻ രസത്തിന് വേണ്ടി ഇച്ചിരി കൂടി മാറി ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സ്ഥലത്തൊക്കെ തന്നെയാണ്. നമുക്കിപ്പം പ്രത്യേകിച്ച് ഷെഡോ അങ്ങനെയൊന്നും നമുക്ക് ഇല്ല. അപ്പം നമ്മൾ പറമ്പിൽ തന്നെയാണ് അടുപ്പൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും നിങ്ങളെ കേട്ടോ. ഇതൊക്കെ പറഞ്ഞു വന്ന സ്ഥിതിക്ക് നമ്മുടെ മീൻ കഷ്ണമാക്കിയിട്ടായിരുന്നു. പിന്നെ നമ്മുടെ മീൻ കറി തിളച്ച് വന്നു. അപ്പോഴത്തേക്കും കുരുമുളക് പൊടി, ഇവിടെ പാക്കറ്റിൻ്റെ കുരുമുളക് പൊടിയാണ് വാങ്ങിക്കുന്നത്. ഇടയ്ക്ക് നമ്മൾ കുരുമുളക് വാങ്ങിച്ച് പൊടിക്കാറുമുണ്ട് കേട്ടോ. പിന്നെ വേണ്ടേ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് മീൻ കറിയൊക്കെ നല്ല സെറ്റായിരുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം അടുപ്പിൽ, പണ്ടൊക്കെ നമ്മൾ അടുപ്പിലൊക്കെ വെക്കുമായിരുന്നു. അതായത് കുറേ ഗ്യാസൊക്കെ വന്നതിന് ശേഷം അടുപ്പിലൊന്നും വെക്കുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ പിന്നെ അതിനെല്ലാം നമ്മൾ പുകയൊക്കെ കൊണ്ട് കഴിക്കാൻ നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഡിഷിന് സ്പെഷ്യൽ ടേസ്റ്റൊക്കെ കാണുമല്ലോ അല്ലേ. അപ്പോൾ ആ കറിയൊക്കെ കഴിച്ച് മീൻ വറുത്തത് ഉണ്ടായിരുന്നു. അതും കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതേണ്ട പുൽക്കൂടും ക്രിസ്മസ് ട്രീയും സ്റ്റാറും ഒക്കെ മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരുടെയും വീട്ടിലും മാറ്റി കാണുമല്ലേ. അപ്പം നമുക്ക് അവധിയുള്ള ദിവസം ഇതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം കുഞ്ഞി ഉറങ്ങുമായിരുന്നു. അപ്പോൾ ആ സമയം നോക്കിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾക്ക് ചെയ്യാനായിട്ട് ഇച്ചിരി പാടാണല്ലോ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട്. അപ്പം കുഞ്ഞി ഉറങ്ങുന്ന സമയം നമ്മൾ നോക്കി അത് സെറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. നമ്മളാദ്യം പുൽക്കൂട്ടിലെ ഈശോനെയും ഉണ്ണീശോയെയും പിന്നെ ആട്ടിൻകുട്ടികളും ആട്ടിടയന്മാരെയും എല്ലാവരെയും ഓരോരോ പേപ്പറിലാക്കി പൊതിഞ്ഞ് വെക്കും. അപ്പം നമ്മൾ ഓരോരോ രൂപങ്ങളും പൊതിഞ്ഞതിന് ശേഷം നമ്മൾ 3 ലെയറായിട്ടാണ് വെക്കുന്നത്, ഒന്നിച്ച് വെക്കത്തില്ല. ആദ്യം അടിയിൽ കുറച്ച് രൂപങ്ങൾ വെക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ പേപ്പർ ഇട്ടിട്ട് അങ്ങനെയാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ടല്ലോ. അത് തന്നെയല്ല വാങ്ങിച്ചപ്പോൾ നമ്മൾ അങ്ങനെയാണ് നമ്മൾ കൊണ്ടുവന്നത്. നമ്മളത് കുറച്ച് നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് അമ്പൂരിയിൽ ചേട്ടൻ ജോലി കിട്ടിയായിരുന്നു. അപ്പം 1 വർഷത്തോളം നമ്മൾ അവിടെയായിരുന്നു. അപ്പം നമ്മളിത് അമ്പൂരിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് വന്നപ്പം വന്നപ്പോഴേ അതിങ്ങനെയാണ് അവർ പാക്ക് ചെയ്ത് തന്നെ. അപ്പം നമ്മൾ ഇപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ തന്നെ പാക്ക് ചെയ്ത് തിരിച്ചെടുത്ത് വെക്കും. പിന്നെ അടുത്ത വർഷം ക്രിസ്മസിന് നമ്മളെടുക്കും. അങ്ങനെ അപ്പം അത് നല്ല സൂക്ഷിച്ച് ഭദ്രമായി കെട്ടി വെക്കുക കേട്ടോ. അപ്പം അതിനകത്ത് വേണ്ട ഈ വർഷം വാങ്ങിച്ച ലാമ്പാണിത്. ആ ലാമ്പ് സ്കൂളിൽ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ആ ലാമ്പും പിന്നെ ഇതേ പുൽക്കൂടെന്ന് പറയുന്നത് ഞങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ട്രീയിൽ നിന്ന് ഒളിഞ്ഞ് കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പുൽക്കൂടെന്ന് പറയുന്നത് കണ്ടോ ഓരോരോ പീസായിട്ട് ഇങ്ങനെ നമ്മൾ സ്ക്രൂ മുറുക്കിയിട്ട് ആ സ്ക്രൂ അഴിച്ചെടുത്ത് അങ്ങനെ മടക്കിയെടുത്ത് നമുക്ക് വെക്കാൻ പറ്റുന്ന പുൽക്കൂടാട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ ക്രിസ്മസ് ട്രീയിലെ മാല ബൾബും പിന്നെ അതിനകത്തുള്ള ക്രിസ്മസ് പാപ്പയും ബോളും ഗിഫ്റ്റും ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ഞാൻ മാറ്റി വെച്ചായിരുന്നു. പിന്നെ ട്രീയും അതുപോലെ തന്നെ ഒരു ബോക്സിലിട്ട് അതും എടുത്ത് സൂക്ഷിച്ച് വെക്കും. പിന്നെ അതിൻ്റെ അടിയിലും ഉണ്ട് ഒരു സ്ക്രൂ. അപ്പം നമ്മളതെല്ലാം സേഫായിട്ട് എടുത്ത് വെക്കും. അപ്പം എനിക്കിപ്പോൾ പൊടി ഒട്ടും പറ്റത്തില്ല കേട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ചേട്ടൻ പൊടിയൊക്കെ തൂത്ത് റൂം നല്ല സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇനി മുതലുള്ള ഔട്ട്ഡോർ കുക്കിങ്ങും ഒക്കെ ഇനിയും പുതിയ വീഡിയോസുമായി ഇനിയും നാളെ വരുന്നിടം വരെ ടാറ്റ ബൈ ബൈ, സീ യു.